അപ്പൊ എല്ലാവർക്കും ലിജോ വെറ്റ്സിന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ ബെറ്റ്സേച്ചിയാണ് പറയുന്നത്, ഇന്ന് ബെറ്റ്സേച്ചി എന്നെ അസിസ്റ്റന്റ് ആയിട്ട് നിയോഗിച്ചിരിക്കുക. കാരണം ഇന്നിപ്പോ നോക്കിയേ, മൊത്തം എല്ലാരും ആണുങ്ങൾ മാത്രമായിട്ടൊരു വ്ലോഗ് എടുക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ബെറ്റ്സേച്ചി ഒന്ന് ക്ഷമിക്കുക. അപ്പൊ ഞങ്ങൾ ഇന്നൊന്ന് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും ഒന്ന് താർത്തിട്ട് വരാം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ താർക്കാനായിട്ട്. അടിപൊളി വെതറാ കേട്ടോ. അപ്പൊ നമുക്കിന്ന് അതെ ബെറ്റ്സേച്ചി ഇല്ലാത്ത ആദ്യത്തെ വ്ലോഗ് ആണോ? ആണ്. അപ്പം എല്ലാവർക്കും ലിജോ ബെറ്റ്സിലേക്ക് സ്വാഗതം. അപ്പം ഇതാണ് ഞങ്ങളുടെ വഴികാട്ടി. ഇത് ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ, എക്സ്പീരിയൻസ് ക്യാമറമാൻ ആണ്. അപ്പൊ സ്ഥിരം പരിചയപ്പെടുത്തി ഞങ്ങൾ പൊക്കുന്ന പോലെ. അപ്പം ഞാൻ വീണ്ടും കൊണ്ട് ബെറ്റ്സിയും പിള്ളേരും വീട്ടിലാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ആണുങ്ങൾ മാത്രമുള്ള ട്രിപ്പ്. പക്ഷെ പെണ്ണുങ്ങളാരും പറയരുത്, കൊറോണ ഉള്ള കാരണത്താൽ കുഞ്ഞുങ്ങളെ ഒന്നും ഞങ്ങൾ പുറത്തിറക്കിയിട്ടില്ല. ജിൻസോയുടെയും പിള്ളേർ വീട്ടിലാണ്. അപ്പം ശ്യാമിന്റെ പിള്ളേര് നാട്ടിലല്ലേ? അത് തന്നെ. അവരുടെ പപ്പയും മമ്മിയും കേൾക്കണ്ട, അച്ഛനും അമ്മയും കേൾക്കണ്ട. അവൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. നല്ല വല്ല പെൺപിള്ളേരുണ്ടെങ്കിൽ പറയാ. ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നതാണ്. ഞങ്ങളിപ്പോ പറഞ്ഞ സ്റ്റുഡന്റ് ആയിട്ട് വന്നു, പഠിപ്പിക്കുന്നു. അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. തിരിച്ചു പോകുമ്പോ ഈ BMW വരെ വില പറയുന്ന ടീമാണ്. ഇതിന് ഞാൻ വില പറയത്തില്ല, ഞാൻ ഷോണിനോട് പോയി വേറെ വണ്ടി. ഞാൻ ആലോചിക്കുന്നു, നമുക്ക് ഡോക്ടറിന്റെ വധുവിനെ കുറിച്ചൊരു സങ്കല്പങ്ങളായിട്ട് തന്നെ നമുക്കൊരു വ്ലോഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ വ്ലോഗ് നമ്പർ എഴുതുന്നതിന് മുമ്പ് എന്താണ് മറ്റേ ആര്യക്ക് വധുവിനെ ആലോചിക്കുന്ന എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ തമിഴ്. തമിഴ് മലയാളത്തിലുണ്ടായിരുന്നല്ലോ പ്രോഗ്രാം. അതിനെക്കാട്ടി കൂടുതൽ പേരായിരിക്കും. കാരണം ഇപ്പം ഡോക്ടറല്ലേ, ഡോക്ടറേറ്റ് ആണ്. PhD ചെയ്യോ? ഈ ഒക്ടോബർ ആകുമ്പോ ഡോക്ടർ ആവുന്ന പുള്ളിയായി പുള്ളി. ഇതാണ് ശ്യാം എന്ന് പറയുന്ന ആള്. അടുത്തൊരു ആലപ്പുഴക്കാരനാണ്. മാന്നാറാണ് അവന്റെ സ്ഥലം. പ്രത്യേകം ആൾക്കാർക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാന്നാറിലേക്ക് അറിയിക്കുക. ഞങ്ങളെ പ്രൈവറ്റ് ആയിട്ട് അറിയിക്കുക. അല്ല, ഞങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാലും അത് ആ രീതിയിൽ അറിയിക്കുന്നതായിരിക്കും. ഭയങ്കര ബുദ്ധിജീവിയാണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാം. ഇവിടെ ആരെങ്കിലും സ്റ്റുഡന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം അറിയോ? ഈ സ്റ്റുഡൻസ് വരുമ്പോ എല്ലാരും ഫീസ് കൊടുത്താ പഠിക്കുന്നത്. ഈ പുള്ളി ഫ്രീ ആയിട്ട് പഠിക്കുന്നത്. വേറെ ഒന്നുമല്ല. അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ വ്ലോഗില് പറയാം. പുള്ളി രാത്രി കണ്ണാടി വെച്ചാ ഉറങ്ങുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങള് ഇപ്പം മുള്ളഗ്മോറിലാണ്. സ്ലൈഗോ അല്ലെ? സ്ലൈഗോ കൗണ്ടി സ്ലൈഗോയിലാണ്. അപ്പം നല്ല സീനറി. ഈ പുള്ളിയാണ് മുമ്പ് പറഞ്ഞ പോലെ വഴി കാട്ടുന്നത്. പുള്ളി എന്താ പറയാ, എല്ലാ സ്ഥലത്തും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ബൈ ചാടരുത്, എല്ലാത്തിനോടും പരിഹാരം ഉണ്ടാക്കാം. ആദ്യോടെ നമുക്ക് പരിപാടി തോമാറ്റ നീ ചാടരുത്. ഇല്ലാത്തതിന്റെ ഒരു അയ്യോ അങ്ങനല്ലല്ലോ ഉമ്മ പറഞ്ഞേ. എടാ ഷാ അങ്ങനെയാണ് പറഞ്ഞേ? ഒരിക്കലും അല്ല. ജോസ്ലാമ ജോലിക്ക് പോയേക്കുവാണ്, അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞേ. ഇവിടെ നീ എത്ര വട്ടം വന്നിട്ടുണ്ട്? ഇവിടെ കൊറേ വട്ടം വന്നിട്ടുണ്ട്. ആരും വന്നാലും കൊണ്ടുവരും. ആരും വന്നാലും ഞാൻ കൊണ്ടുവരും. ചെള്ളിയിടാനോ അതോ? ഇല്ല, ഇനി അങ്ങോട്ട് പോകുമ്പോൾ നല്ല കുറെ കാഴ്ചകളുണ്ട്. ഡ്രൈവറിനെ മാറ്റവനെ ഒത്തിരി കട്ടറി ചാടിക്കുന്നു. എല്ലാ ജിൻസുമായി
നമ്മുടെ ഒരു സുഹൃത്തും കൂടെ വരുന്നുണ്ട് ഇല്ലയോ, ബിബിളും കൂടെ വരുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഈ വ്ളോഗില്. ബിബിളിനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. തോമാച്ച വല്ല എങ്ങനെയാ ബിബിളിനെ ഒന്ന് പരിചയപ്പെടുത്തണം, ഒന്ന് പറഞ്ഞേ. സൽസ്വഭാവിയും ഇവിടുത്തെ സ്ലൈഗോയിലെ ഒരു ചുള്ളനുമായ ശ്രീമാൻ ബിബിൾ. അതെ, ബിബിളിനെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബിബിളിന് കടയുണ്ട്. കടയെ പറ്റി ഞങ്ങളൊരു ബ്ലോഗ് ഉടൻ തന്നെ ഉണ്ടാവും. പക്ഷെ മുതലാളിമായിട്ട് സമ്മതിക്കുന്നില്ല അങ്ങോട്ടല്ലോ തോമാച്ച. നമ്മൾ കുറവോട്ട് അനുവാദം ചോദിച്ചു, അടുപ്പിക്കുന്നില്ല. എന്റെ പൊന്നു വായി ഇവനുണ്ടല്ലോ, ഇവൻ കുറെ നേരം കൊണ്ട് ഞങ്ങളിട്ട് കറക്കുക. എന്തുവാന്ന് അറിയത്തില്ല. ഇവ അവസാനം ഞങ്ങൾ പറഞ്ഞു കല്യാണം ആലോചിക്കാം. വന്നപ്പോ പിന്നെ കറക്റ്റ് ഡ്യൂട്ടിക്കൊണ്ടു പേടിച്ചു. കല്യാണം പേടിച്ചു. പിന്നെ കട വേറെ ആളിനെ ഏൽപ്പിച്ചിട്ട്, സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടിയേക്കുമാണ് ശ്രീമാൻ ബിബിൾ. ആ പുള്ളി എവിടെ ചെന്നാലും അങ്ങ് നിർത്തുക എന്ന് പറഞ്ഞ് അങ്ങ് ചാടി ഇറങ്ങും. ഒരു ക്യാമറയുണ്ട്. പുള്ളിയെ സിനിമ എടുത്തെന്ന് പറഞ്ഞു. ആര് കെട്ടണമെന്ന് വിചാരിച്ചാണ് അവൻ നടക്കുന്നത്. ഐറിഷ് ആണോ, പോളിഷ് ആണോ, മലയാളി വേണോ, നാടൻ വേണോ, അല്ല വിദേശി വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇന്ന് പോയി പിന്നെ ഗ്ലാസ് ഒക്കെ ഭയങ്കരമായിട്ട് തുടച്ചാ ഇറങ്ങിയേക്കുന്നേ. ജിൻസ് ഭായിയോട് കുറെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടൊന്നുമില്ല, ഇവൻ ഓൾ ഓവർ അയർലൻഡിൽ പിടുത്തോളാണ്. പിന്നെ ടിക്ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ടോക്ക്. എടാ നിന്റെ ടിക്ടോക്കിന്റെ ഐഡിയ എന്ന് പറഞ്ഞേ. ഇല്ല, ഞാൻ നിർത്തി. പണ്ട് നിങ്ങൾ കുറെ വേലി ആടിയാന്നോ ഉള്ള ശ്രുതി കേട്ടിട്ടുണ്ട്, ശരിയാണോ? നമ്മള് എവിടെ ബിബിള ഇനിയും പോകുന്നേ? അവൻ പറഞ്ഞ ഈഗിൾ റോക്ക് ആണ്. ഈഗിൾ റോക്ക്. സോറി, ഒന്ന് വഴിക്കിന് ഇത്ര നല്ല വ്യൂസ് കിട്ടുന്നില്ല. സ്ട്രോക്കിലോട്ട് പോകുന്ന വഴിയിലാണ് അടിപൊളി കാഴ്ച അല്ലേ തോമച്ച? അടിപൊളി കാഴ്ച, അടിപൊളി സ്ഥലം. ഇന്ന് ബെറ്റ്സി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക, എവിടായി ഇല്ലേ തോമച്ച? എല്ലാരെയും വിളിക്കുക, ഫോട്ടോ അയച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ബെറ്റ്സിക്ക് ഈ ബ്ലോഗ് കാണുമ്പോ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ അപ്പൊ ഇത് കാണുന്ന എന്താ പറയാ, ഞങ്ങളുടെ വനിതകളായിട്ടുള്ള പ്രേക്ഷകര് ഒന്നും ചിന്തിക്കരുത്. ഈ കൊറോണയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒന്നും ഞങ്ങൾ പുറത്തിറക്കിയിട്ടില്ല. മാത്രമല്ല ഞങ്ങൾ പബ്ലിക് ഏരിയയിലൊന്നും ഇല്ല, പോകുന്നുമില്ല. ജസ്റ്റ് ഒരു ഡ്രൈവ് അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. ഈ പുള്ളിയാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. കണ്ടോ, ഞാനെല്ലാം ശരിക്കും എൻജോയ് ചെയ്യണത് തോമാച്ചാണ്. അതാ, ജോസ്നാമെ ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു, ഡ്യൂട്ടി എടുപ്പിച്ചിട്ട് ഇവര് മാറ്റിയതാണ്. ഇതൊരു ഫാമിലോട്ട് പോകുന്ന വഴിയാണ്ടോ? നിങ്ങളത് ഇന്ത്യക്കാർക്ക് ജിൻസ് ഭായി എന്താ ഇത്ര ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതെന്ന്. ഇതാ ഇതൊന്ന് കണ്ടു നോക്കിയേ. ഈഗിൾ സ്ട്രോക്ക്. ഈഗിളിൻ്റെ ഒരു ചുണ്ട് പോലെയല്ലേ ഇരിക്കുന്നത്, ഈഗിളിൻ്റെ പോലെ തന്നെ. അപ്പം ഇവിടെ നല്ല മഞ്ഞുമുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പം എങ്കിലോട്ട് വെയിലുമുണ്ട്. ഞങ്ങളിവിടെ എൻജോയ് ചെയ്യുകയാണ്. ഇപ്പം ശ്യാമ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. കണ്ടോ, ഒരാൾ ക്യാമറ എടുക്കുന്ന ആളും വീഡിയോ എടുത്തോണ്ട് വരുന്നുണ്ടോ, ഒരാൾ വരുന്നുണ്ടോ. ബാക്കി ഈഗിളിനെ കണ്ടോ? നേരത്തെ കണ്ടോ? പുള്ളിക്ക് ഇതുവരെ ഈഗിളിനെ കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത്. ഈ പുള്ളി ക്യാമറ കണ്ണുകളിലൂടെ ഈഗിളിനെ നോക്കുക. കടയെ പറ്റി ഞങ്ങൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. പിൻമുതലാളിയുടെ കടയിലാണ് ചെയ്തിരുന്നപ്പോ വിശപ്പുന്നേരത്തേക്കും മുതലാളി പറഞ്ഞു ഇവിടെ ഡെയിലി ഉണ്ട്, നമുക്ക് ഇവിടുന്ന് കഴിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകം ആൾക്കാരെ സ്റ്റാഫിനെയൊക്കെ പിടിച്ചെടുത്ത് നമുക്കായിട്ട് പ്രത്യേക സ്പെഷ്യൽ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഡെയിലി തുറന്നാലോ എന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ബിബിളിന് ആദ്യം ഞങ്ങൾ താങ്ക് യു പറയുന്നു. കാരണം വിശന്നിരുന്നപ്പോഴാണ് നമ്മളിവിടെ വിളിച്ച് ഒരു സാൻഡ്വിച്ച്
പുള്ളിക്കാരത്തിയെ കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പുള്ളിക്കാരത്തി നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പുള്ളിക്കാരത്തി ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ ഹാം, ചീസ്, പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും നമ്മൾ പറയുന്ന ആ ഇത് വെച്ചിട്ട് മുട്ട വേണ്ടവർക്ക് മുട്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ട്. കൊറോണ മൂലം നിങ്ങൾക്ക് വല്ലതും കച്ചവടം കുറയുമോ അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾ സേഫ് ആയിരിക്കും അല്ലേ? ഫുള്ള് ക്ലീനിങ് ലോക്കൽ ഷോപ്പ് ആയതുകൊണ്ട് ആൾക്കാർ ലോക്കലി ഷോപ്പ് ചെയ്യാനാണ് താല്പര്യം കൂടുതൽ, വലിയ ഷോപ്പുകളിൽ പോകുന്നതിനേക്കാളും. പിന്നെ എല്ലായിടത്തും സാനിറ്റൈസർ നേരത്തെ വെച്ചിട്ടില്ല, എല്ലായിടത്തും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇവിടുത്തെ ഓൾഡ് ഏജ് ആൾക്കാർ ഒത്തിരി ഉള്ളതുകൊണ്ട് അവർ കൂടുതൽ ലോക്കലി ഷോപ്പ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി സ്റ്റോക്കുകൾ വെക്കുക. ഇതുവരെയായിട്ടൊന്നും അങ്ങനെ നമ്മളെ അങ്ങനെ ബാധിച്ചിട്ടില്ല. ഈ ഷ്യാമിനുള്ള വെയിറ്ററിനാണ് ഈ ഉണ്ടാക്കുന്നത്. Some cheese and onions. Yeah. Do you want this one toasted as well? Yes, please. Just take a little minute because I time won't say no. Yeah, that's it. സാധനം വന്നു, അപ്പളെ പോദിച്ചു. ഇതും കൂടെ കഴിഞ്ഞ ഞാൻ ഷൂട്ടിംഗ് ഒന്നും ഇല്ല, എനിക്ക് വരുന്നിട്ട് വയ്യ. ചുമച്ച കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോ നോക്കിയാണ് കഴിക്കാൻ പോവാണ്. അടിപൊളി. ബിബിളിന്റെ കടയിൽ വരണം, ഞങ്ങള് അഡ്രസ് താഴെ കൊടുത്തേക്കാം. സാൻഡ്വിച്ച് കഴിക്കാം. ബൈ, എങ്ങനെയുണ്ട്? ഇപ്പോൾ അനക്കൊന്നുമില്ലല്ലോ. പൊളി സാധനം. കുറെ നേരം കൊണ്ട് വിളിക്കുക. ആളെ നിർത്തിയിട്ട് മിക്കവാറും ഇവിടെ വരുമെന്ന് എനിക്കൊരു സംശയമുണ്ട്, അല്ലേ? നമ്മള് ഇവിടെ സ്ലൈഗോ പിന്നെ നമ്മൾ എന്താ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ സെറ്റിൽ. ഷ്യാമിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പിള്ളേരുള്ളതുകൊണ്ട് ഒരു ഏരിയ വരും. ഏരിയ വന്നിട്ട് കഴിവതും അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകും. കൂടുതൽ അങ്ങോട്ട് നടക്കാൻ പറ്റാറില്ല. ശ്യാമിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ശ്യാമ് നമ്മളെ കാടും മലയും കയറി പോകുന്ന പോലെ അല്ലേ വീടുമായി. നമുക്ക് പിള്ളേര് അത് തന്നെ ഈ മലയുടെ മണ്ടക്ക് കയറി എത്ര നേരം എടുത്തിട്ടുണ്ടോ ശ്യാമേ? 6 മണിക്കോ അത്ര എടുത്തിട്ടുള്ളൂ കയറി ഇറങ്ങാൻ. ഈ പുള്ളി ഇന്ന് വന്നിട്ട് ആകെ സന്തോഷിച്ച ദിവസമാണ്. ഭയങ്കര അടിപൊളി ക്ലൈമറ്റുമാണ്. അത് ഞങ്ങളോട് വന്നോണ്ട് എൻജോയ്മെന്റ് ആണോ? ഞങ്ങളോട് വന്നോണ്ടുള്ള എൻജോയ്മെന്റ് ആണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ആർക്കാ? ആദ്യം കുറെ നേരം കൊണ്ട് വിളിക്കുന്നുണ്ട്, സമയത്ത് എന്നില്ലെങ്കിലാ. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് N16 അല്ലേ ഇത്? N16 നിന്ന് ലൂക്സ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സൈൻ ബോർഡ് ഉണ്ടാവും. അങ്ങോട്ട് കയറി ലെഫ്റ്റ് വരിക. അത്രേ ഉള്ളൂ. ഒന്നും നോക്കാനില്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്യാമിനെ കോണ്ടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ഈ ട്രിപ്പ് കളർഫുൾ ആക്കാൻ വേണ്ട റെയിൻബോയും കൂടെ എത്തി. അങ്ങനെ ഈ അവസാനം ലൂക്സ് ബ്രിഡ്ജിലെത്തി. ലൂക്സ് ബ്രിഡ്ജിലെ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഞങ്ങളുടെ കുട്ടിത്തം ഉണർന്നു. എല്ലാവരും ചാടി വെള്ളത്തിലൊക്കെ മറിയാൻ തുടങ്ങി. ഇവിടുന്ന് ലൂക്സ് ബ്രിഡ്ജിൽ വരണമെങ്കിൽ സ്ലൈഗോയിൽ നിന്ന് ഏകദേശം 18.5 കിലോമീറ്ററോളമാണ്. നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എപ്പോഴും പറയാറുള്ള പോലെ ഞങ്ങളുടെ വ്ളോഗിൻ്റെ ഏറ്റവും വലിയ വിജയം ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇതാ പുതിയ ക്യാമറാമാൻ ബിബിൾ തൻ്റെ ബിസിനസ് എല്ലാം ഇട്ടിട്ട് ഞങ്ങളുടെ കൂടെ വ്ളോഗ് പിടിക്കാൻ ഇറങ്ങിക്കുക. 3 മണിക്ക് കടയിൽ പോവാന്ന് പറഞ്ഞ ടീമാ. 5:30. പക്ഷെ ബിബിൾജി ഇന്ന് വന്നുകൊണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല? പിന്നെ ഡെഫിനറ്റ്ലി ദിവസങ്ങൾ നമ്മള് ഞങ്ങളോടുണ്ട്. You and I, we're trouble inside. Beating hearts don't lie. An empty page, a story to write. I'm in love, you're divine, and it's all in our signs. We're going away. Get your bag, check the tag. Decision is made. Lock your door, need no more. It's already paid. Cancel your mail for. അവസാനം ഞങ്ങള് ശ്യാമൻ ഗ്രഹത്തിലെത്തിയിരിക്കുകയാണ്. ശ്യാമ എന്റെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുവാടെ കൊടുത്തിട്ട് സ്പെഷ്യൽ ഐറ്റം ആണ് അത്. നമ്മള് കൊടുത്തിട്ട് ഇവരെ പറഞ്ഞയക്കുന്നതായിരിക്കും. ഞങ്ങള് പോകുന്നില്ല, ഇവിടെ താമസമാണ്. നിങ്ങളെ ഞാൻ പറഞ്ഞയക്കും. വിവിള് കടയിൽ പോകാനിരുന്ന ശ്യാമ എന്തൊക്കെ ദോശയും പിന്നെ അവിയലടാ
അത് ധാരാളം കഴിച്ചിട്ടേ പോകുന്നു. അത് മറ്റേ നോക്കാം. ഓടിച്ചു വിടരുത്. അത് തന്നെ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ വൈ നോക്കണം, കഴിക്കാം. ഓക്കെ. ഇതാണ് പ്രിയങ്ക ഗാംഗുലി. പ്രത്യേക ഒരു ഇന്റർവ്യൂ വരുന്നതായിരിക്കും. കാണുന്ന പോലെ ദോശ ഉണ്ടാക്കുന്ന പോലെ അല്ല, ആള് ഭയങ്കര പുലിയാണ്. പ്രിയങ്ക ഇവിടെ അയർലൻഡിലെ ഒരു ചായ അടിക്കരി. ഇന്നത്തെ ദിവസം ഫുള്ള് കുശാലായിരുന്നു. ഇന്ന് പ്രിയങ്കയും അതുപോലെ തന്നെ ശ്യാമും കൂടെ ചേർന്ന് ദോശ, ടൊമാറ്റോ ചട്നി, പിന്നെ അടയവിയലും അങ്ങനൊരു സാധനം. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ശ്യാമിനും താങ്ക് യു. ശ്യാമിന് ഒരു ടാങ്ക് കൊണ്ടുണ്ട്, നമ്മളെ കൊണ്ട് ചുറ്റിച്ചിട്ടില്ല. എന്നിട്ട് അതെടുക്കാൻ ക്യാമറ എന്റെ കയ്യിലാ തന്നേക്കണു. അടിപൊളി ചമ്മന്തി. അടിപൊളി ദോശ, അടിപൊളി അവിയല്, സാധു വീണ്ടും എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ കഴിക്കാൻ സമയമില്ല. അല്ല, ആദ്യമായിട്ട് ഞാൻ ഈ സാധനം കഴിക്കുന്നത്. ദോശ ശ്യാമിനും പ്രിയങ്കുള്ള നന്ദി ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഇതുപോലെ വെറൈറ്റി ആയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും പരീക്ഷിക്കാൻ തോന്നുമ്പോൾ ഞങ്ങളെ അറിയിക്കുക. ചില പരീക്ഷണങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ശ്യാമിനെയും പ്രിയങ്കയും ഞങ്ങൾ സ്പെഷ്യലായിട്ട് അടുത്തൊരു വേറെ ബ്ലോഗിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇവരാരാണ്, എങ്ങനെ ഇവിടെ വന്നു, മാത്രമല്ല പല കണ്ടുപിടുത്തങ്ങളും. ഞങ്ങളിപ്പം ദോശയും ഈ ടേസ്റ്റി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പൊതി കൊടുക്കുന്നുണ്ടാവും. ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ശ്യാം കൊണ്ടുപോയ ഊടുവഴികളിലൂടെ എല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പം വീണ്ടും ശ്യാമിനെ ഞങ്ങൾ അല്ലേ ബ്ലോഗിലേക്ക് കൂട്ടി ഇവള് ഈ പുള്ളിയൊക്കെ ഓൾറെഡി ഉണ്ട്, പെട്ടുപോയി. ഇവൻ ആണ് മാർക്കറ്റർ, മനസ്സിലല്ലേ, എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ബ്ലോഗ് കാണുന്നവരെ ബൈ.